ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലാണ്. ഇത് വീഡിയോ ഇടാൻ ഞാൻ നന്നായി വൈകിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലേക്ക് പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ശനിയാഴ്ച രാത്രി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഇടാൻ കുറച്ച് ലാഗായി. അപ്പോൾ അതേ അന്നത്തെ വീഡിയോയാണ് ഇട്ടത്. അപ്പോൾ ഞാനിതേ രാവിലെ എണീറ്റിട്ട് ഇത് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിത് ഉമ്മറത്ത് പോയി നോക്കിയപ്പോൾ ഷീറ്റും ഇങ്ങനെ മഴ പെയ്തിട്ട് തോർന്നിട്ട് പടാന്ന് വീണ സൗണ്ടാട്ടി കേൾക്കണത്. കനാലിലായാലും അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ വെള്ളത്തിലൊന്നും ആരും വന്ന് കുളിക്കുക കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. കാരണം ഒന്നാമതോടെ മൊന്ത പിടിച്ചിട്ടേ കിടക്കുക. അപ്പോൾ ആരൊക്കെ ചോദിച്ചു ഈ വെള്ളത്തിൽ കുളിക്കുമെന്നൊക്കെ. ഇങ്ങനെ വെള്ളത്തിൽ അങ്ങനെ കുളിക്കണ ഞാൻ കണ്ടിട്ടില്ല. നോർമലി നമ്മുടെ എന്താ പറയുക, ഡാം തുറന്നിട്ട് വെള്ളം വരുമ്പോൾ അപ്പോൾ കുളിക്കണതും തിരുമ്പണതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ ഞാൻ അകത്തേക്ക് കയറുകയാണ്. വേറെ ഒന്നല്ല, ഇനി കുളിക്കണം, പല്ലേക്കണം, ചായ കുടിക്കണം. മെയിനായിട്ട് അതാണ്. ഞാൻ എൻ്റെ വഴിക്ക് വീട്ടിലിട്ട എൻ്റെ വഴിക്ക് ഓടിച്ചെന്ന് നോക്കുക കിച്ചണിലാണ് എന്തെന്ന് അമ്മ ചായക്ക് ഉണ്ടാക്കിയേക്കണം, ഉച്ചത്തേക്ക് എന്താണെന്നൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ പോർക്കൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിൽ വന്ന പോർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇവിടെ വന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ അത് അമ്മ സാമ്പാർ ഉണ്ടാക്കി കണ്ടു കേട്ടോ. പിന്നെ ഞാൻ വേഗം കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വന്നതാട്ടോ റൂമിലേക്ക്. അപ്പോഴാണ് അമ്മ തേജുവിനെ അങ്ങനെ വിളിച്ച് എനിപ്പിക്കാട്ടാ. പിന്നെ അവ അതേ കഥ പറഞ്ഞായോ എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ, അതായത് അവനെ എനിപ്പിച്ചു. പക്ഷെ അവൻ എൻ്റെ വഴിക്ക് ചോദിച്ചു അമ്മമ്മയ്ക്ക് കഥ പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കിടന്നിട്ട്. ഞാൻ എന്തായാലും കുളിക്കാൻ പോകാൻ നോക്കുകയാണേ. അപ്പോൾ അവനിത് കഥ പറഞ്ഞു കൊടുക്കട്ടാ. ഈ കഥയിലെ പകുതി ഭാഗങ്ങളും നമ്മുടെ സൃഷ്ടി തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അത് അമ്മ ചൂട് കൊടുക്കുന്ന ദോശ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ നമ്മുടെ തിങ്കൾ ബ്രാൻഡിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവരുടെ ബ്രാൻഡിൻ്റെ ദോശ കേട്ടോ. ഇത് സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് തലേന്ന് അരച്ച് ഒക്കെ വെക്കണ്ടേ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് പാക്കറ്റ് ദോശയാണ്. അവിടെ അച്ഛൻ പൊടി കൊടുത്തിട്ട് അത് കലക്കിയിട്ട് തലേന്ന് ആക്കണത് ചെയ്യാറുണ്ട്, കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ കൂട്ട് സെറ്റാണ്. നമ്മളത് അവരുടെ പാക്കറ്റ് റെഡിമെയ്ഡ് പാക്കറ്റ് കട്ട് ചെയ്യുക, ഒരു ശകലം വെള്ളം ചേർക്കുക, അപ്പോഴേക്കപ്പോഴേ ദോശ ഉണ്ടാക്കാം. നല്ല എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ട് അതുകൊണ്ടാണ് ഞാനിതൊക്കെ നാളെ പോകുമ്പോൾ എന്തായാലും വേണമെന്ന് പറഞ്ഞ് അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിച്ചത്. യൂസ്ഫുള്ളല്ലേ, തലേന്ന് നമുക്ക് കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാനിതേ 10:30 ആകുമ്പോഴാട്ടെ ഞാൻ ചായ കുടിക്കാൻ നോക്കണം തന്നെ. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഈ ദോശയ്ക്ക് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ തലേന്ന് അരച്ച് വെച്ച് പിറ്റേന്ന് അത് സെറ്റായതിനു ശേഷമല്ലേ നമ്മൾ ഉണ്ടാക്കുക. പക്ഷേ ദോശ ഉണ്ടല്ലോ അടിപൊളി. അതും അവരുടെ തന്നെ നെയ്യുണ്ട് കേട്ടോ, തിങ്കളുടെ നെയ്യ്. ഇപ്പം മൊത്തം ഇവിടെ തിങ്കളാണ് എൻ്റെ വീട്ടിൽ. ഞാൻ ഇപ്പം നോക്കിയെടുത്തോളം കണ്ടത് മൊത്തം തിങ്കൾ പാക്കറ്റ് കുറേ കാണാണ്ടിട്ടാ. അത് വേറൊരു സംഭവം ഉണ്ടായി, ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ദോശ കഴിച്ച് നോക്കിയപ്പോൾ ദോശയൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ തന്നെ സാമ്പാർ ആയിക്കോട്ടെ, അതൊക്കെ തിങ്കളിൻ്റെ പൊടിയാണ്. അതും ഭയങ്കര റെഡിമെയ്ഡ് എളുപ്പപ്പണി. കാരണം നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് വേവിക്കുകയെ നമുക്ക് ചെയ്യണ്ടോ. സാമ്പാറിൽ നമ്മൾ കഷ്ണങ്ങൾ ഇട്ടിട്ട് വെറുതെ വേവിക്കുക. പിന്നെ നമ്മൾ പൊടിയായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, തേങ്ങ അരച്ച് ചേർക്കുക, ഒന്നും ചെയ്യണ്ട. ഈ തിങ്കളിൻ്റെ ഒരു പാക്കറ്റ് പൊടി ഉണ്ട്, അത് മാത്രം ഇതിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ട്. കാരണം ഇനി സ്കൂൾ തുറന്നാൽ എനിക്ക് എന്തായാലും ആവശ്യമുള്ള ഒരു കാര്യങ്ങളാണ് എളുപ്പപ്പണി കൊടുക്കുന്ന ഫുഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ സാമ്പാറിൻ്റെ പൊടിയും ഒക്കെ അച്ഛനെ കൊണ്ട് പ്രത്യേകിച്ച് അത് വാങ്ങിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തേജപ്പനെ അമ്മ കുളിപ്പിച്ചു കേട്ടോ. വേഗം കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ അമ്മ തന്നെ ചെയ്തു കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞാൽ തേജു അപ്പം തന്നെ ചോദിക്കാം, അമ്മ സ്പ്രേ എന്തെങ്കിലും ഉണ്ടോ കുറച്ച് അടിക്കാന്നാട്ടോ ചോദിക്കുക. അപ്പോൾ അത് അമ്മ ഒരെണ്ണം എടുത്തിട്ട് അമ്മ അതേ കുറച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേഗം കുട്ടീനെ കുറി തൊട്ടിട്ട് വേഗം അവനും കൂടിയും ചായ കൊടുക്കണേ. കുറി തൊട്ടെ എഴുതാനൊക്കെ പഠിച്ചാണ്. ഫസ്റ്റ് പുറത്തുടച്ചാല് ചേട്ടന് ശിവാവധി കൊടുത്തു. ഓടിച്ചിട്ട് സ്കൂളിൽ പോയ പഠിച്ചാൽ നല്ല ബുദ്ധി കിട്ടും. പോയിട്ട് ചാവടിക്കരിക്ക് നല്ല ബുദ്ധി കിട്ടും. ബുദ്ധിയല്ല ബുദ്ധി. ഫസ്റ്റ് അമ്മ ഫസ്റ്റ് പുറത്തുടച്ചിട്ട് മുഖം കൊടുത്ത് തങ്ക കൊടുക്കണം. ഇവെന്താ പറഞ്ഞു വെച്ചെനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കാരണം അമ്മ പറഞ്ഞു കൊടുത്ത കഥയിലെ കഥാപാത്രങ്ങളെ കുറിച്ചാണ് എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഇതേ അവനെ വേഗം ചായ കുടിക്കാൻ ഇരുത്തി കേട്ടോ. അപ്പോൾ പാൽ ചായ അവൻ ചായ കുടിക്കണില്ല. അമ്മ എന്നിട്ട് ശേഖരം പാൽ ചായ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന്. അപ്പോൾ അത് ടേസ്റ്റ് നല്ല നോക്കി മധുരം ഉണ്ടോ എന്തൊക്കെയുള്ളതെന്നാണ് ഈ കണ്ണൂറിട്ടി നോക്കണത് കേട്ടോ. പക്ഷെ ഇത് ഈ ഇറക്കുക ചെയ്യുള്ളൂ. ആ ചായ അവൻ കുടിക്കില്ല. അവൻ അങ്ങനെയാണ്, അവന് ചായ കുടിക്കാനും കാപ്പി പിടിക്കാനൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ പിന്നെ നിർബന്ധിക്കാനും പോവില്ല. ഇവിടെ വന്ന അമ്മയാണ് ഇത്തിരി കുടിച്ചോക്ക്, പാൽ ചായ കുടിച്ചോക്ക്, പാൽ എന്തെങ്കിലും അകത്ത് ചെന്നോട്ടെ വെച്ചിട്ടാണ് ഈ കൊടുക്കണത്. പിന്നെ ഇത് ആ
ക്ലാസ് വെച്ചില്ല, ഇനി ആ സാധനം തൊടാൻ പോയില്ല കേട്ടോ. അപ്പോൾ അതാണ് പതിവ്. അപ്പോൾ അവനും അതേ ദോശ കഴിക്കുകയാണ്. തേജുവിന് ഒന്നാമത്തെ ദോശ എന്ന് വെച്ചാൽ ജീവനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എനിക്ക് വാങ്ങി അത്ര ഉപയോഗമാവും. എനിക്കിത് വേഗം കൊണ്ടുപോയിട്ട് വെക്കാൻ ധൃതിയായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ സാമ്പാറും അതെ, ഞാൻ എൻ്റെ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ തേങ്ങ അരച്ചിട്ടൊക്കെ സാമ്പാർ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഞാനൊരു വീഡിയോയിലും കണ്ടു തേങ്ങ അരയ്ക്കാണ്ട് പരിപ്പിട്ട് വേവിച്ച് സിമ്പിളായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ചെയ്യാറ്. ഇനി തൊട്ടിട്ട് തിങ്കളിൻ്റെ സാമ്പാർ കൂടി ആയിരിക്കും എൻ്റെ വീട്ടിലുണ്ടാവുക. അമ്മ ഇവിടെയൊക്കെ തുടച്ചു ഗൈസ്, അമ്മ തുടക്കി അടിച്ചു വരും. അതൊക്കെയാണ് കേട്ടോ. എങ്ങോട്ടാ അമ്മമ്മ അവിടെ തുടച്ചേക്കാ, വഴിക്ക് വീഴുന്നീയേ. എടാ വഴുക്കൂടാ, ഉണങ്ങട്ടെ. ഇവിടെ മഴ പെയ്താൽ ഇതാണ് ഇവിടെ പണി. ഇവിടെ എന്നും തുടക്കേണ്ടി വരും ഇങ്ങനെ. പിന്നെ കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എടാ ഈ ചളിയാക്കണ്ടിനി വീണ്ടും. ഇന്നൊരു ചെറിയ മഴയ്ക്കൊരു തോർച്ച ഉണ്ട് കേട്ടാ. ഇവിടെ കറണ്ട് പോയിട്ടാ. രാവിലെ ഒരു 10 മണിക്കാകുമ്പോൾ ഞാൻ എനിക്ക് സമയത്ത് കറണ്ട് പോയി. എന്തോ ഭാഗ്യത്തിന് ഒരു 7 മണിയാകുമ്പോൾ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചു. അതുകൊണ്ട് ഫുൾ ചാർജായി. ഇനി കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യും. ഞാൻ രാവിലെ ഒക്കെ കിടക്കുമ്പോൾ ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ റൂമിൽ വന്നിട്ടാണ് കിടക്കുക. അപ്പുറത്തേക്ക് ഇഷ്ടമല്ല കിടക്കുക. ഫുൾ ഇരുട്ട് പോലെ തോന്നും. ഇവിടെ ആകുമ്പോൾ ചെറിയ ലൈറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാണ്. വീട്ടിൽ വന്നിട്ട് ഞാൻ എപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയാലും ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് മയങ്ങി പോട്ടോ. കറക്റ്റ് സമയത്ത് തേജ് വന്നിട്ട് തന്നെ വിളിച്ചു, അമ്മേ ഏതാ ഫ്രിഡ്ജിൽ കുറേ സിപ്പപ്പ് ഇരിക്കണു, എന്തോരം സിപ്പപ്പ് അച്ചാച്ച വാങ്ങി വെച്ചേക്കണ്, ഇത് പൊട്ടിക്കെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഇതെന്താ അച്ഛൻ ഇത്രയൊക്കെ സിപ്പപ്പ് ഇവിടെ വാങ്ങി വെക്കണെന്ന്. അപ്പോൾ തേജു വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വാങ്ങിക്കൊടുന്ന് വെച്ചതായിരുന്നു കേട്ടോ. ഇതും അതേ തിങ്കളിൻ്റെ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു വേറൊരു സംഭവം ഉണ്ട് എന്ന്. അതാണ് കേട്ടോ ഇതിൽ ഒരുപാട് ഫ്ലേവർ ഉണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടമായി നമ്മുടെ കോക്കനട്ട് ഇല്ലേ, അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തേജുവിനാണെങ്കിൽ ചോക്ലേറ്റ് ആണ് എപ്പോഴും ഇഷ്ടം. അവൻ ചോക്ലേറ്റ് ആയിട്ടാണ് കഴിച്ചിരുന്നത്. എനിക്ക് നല്ല രസമുണ്ട്. എത്ര കുടിച്ചാലും ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും അതെ, ഇവരുടെ കുറേ ഉണ്ട് തോന്നുന്നു. ഇവർ ആദ്യം സംഭാരം അങ്ങനത്തെ ഐറ്റം ഇറക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. പക്ഷെ ഇതിപ്പോൾ ഞങ്ങളുടെ ഇവിടേക്ക് കിട്ടുമെന്ന്, പട്ടാമ്പി സൈഡിലേക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഇവർ തൃശ്ശൂരാണ് മെയിനായിട്ട് തിങ്കൾ സംഭാരം എന്ന് പറഞ്ഞിട്ട് കുറേ ബോർഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെയും കുറെ കാര്യങ്ങളുണ്ട് എന്ന് ഇപ്പോഴായിട്ട് അറിയണത്. ഇവരുടെ ഓഫീസൊക്കെ മുൻകൂറാ വരണത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏരിയയിൽ ആര്യമ്പാടം, പുതുരുത്തി ആ ഏരിയയിലൊക്കെ എടുത്താട്ടോ ഇവരുടെ ഈ ഒരു ഇത് വരണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടുത്തെ സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റിലും ഷോപ്പുകളിലൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് എന്തായാലും അച്ഛന് ആര്യമ്പാടത്ത് നിന്നാണ് വാങ്ങിക്കൊണ്ടുവരണതല്ലോ. പക്ഷെ ഇത് ഞങ്ങൾ ഇവിടേക്കും കൂടി കിട്ടാച്ചാൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഇങ്ങനെ വാട്സപ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ എവിടേക്കാണ് ഇവരിത് സെയിൽ ചെയ്യണത്, നമ്മുടെ പട്ടാമ്പി പാലക്കാട് സൈഡിലേക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഓൺലൈനായിട്ട് എത്തിച്ച് തരും എന്നുള്ളൊരു ഓപ്ഷനായിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ഇവിടേക്ക് അവരിങ്ങനെ വരുന്നേ ഉള്ളൂ. എന്തായാലും ഓൺലൈനായിട്ട് നമുക്ക് അത്യാവശ്യമാണെങ്കിൽ അവർ എത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ അതേ ഞാനൊന്ന് ചെറുതായി വീണ്ടും കിടന്ന് ഉറങ്ങി എനിക്ക് നോക്കിയപ്പോൾ അച്ഛൻ വന്നിട്ട് ഇതേ ചോറുണ്ടാട്ടാ. ഉച്ചത്തേക്ക് അച്ഛൻ ഫുഡ് കൊണ്ടുപോയില്ലേ തോന്നുന്നു, ചോറുണ്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ കഴിക്കേണ്ടത് വെച്ചിട്ടാണ് ഈ നോക്കണത്. പിന്നെ അച്ഛൻ കൊടുന്ന ഈ കവർ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അതിൽ എന്തെങ്കിലും അച്ഛൻ സ്പെഷ്യൽ കൊടുത്തിട്ടുണ്ടോ എന്നാണ് ഈ നോക്കണത്. അപ്പം അച്ഛൻ വീട്ടിലേക്ക് മോരും കാര്യങ്ങളും, മോരല്ല ഉപ്പ തോന്നുന്നു, എന്തൊക്കെയോ വേറെ സാധനം വീട്ടിലേക്കുള്ളത് വാങ്ങിക്കൊടുന്നുണ്ടായിരുന്നു കേട്ടോ. വേറെ കഴിക്കാനൊന്നും കണ്ടില്ല ഞാൻ. അപ്പം ഞാൻ വീണ്ടും ചെന്നിട്ട് നമ്മുടെ സിപ്പപ്പ് എടുക്കാനാണ് പോണത്. ഞാൻ ആദ്യമൊക്കെ അതായത് മാരേജിന് മുന്നേ നമ്മൾ പഠിക്കാനൊക്കെ പോകുമ്പോൾ നല്ലോണം സിപ്പപ്പൊക്കെ വാങ്ങി കഴിച്ചിരുന്നു. ഞങ്ങൾ പഠിക്കാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ, നിമ്മി, ചിന്നു, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവിടെ നിന്ന് ആര്യമ്പാടത്ത് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പുതുർത്തിക്ക് കുറച്ച് 2 കിലോമീറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ. എങ്ങനെ പോയാലും ഒരു അരമണിക്കൂർ നടക്കാനുണ്ടാവും. പക്ഷെ ഞങ്ങൾ നടന്ന് എത്തുമ്പോഴേക്കും അത് 1 മണിക്കൂർ ആവും കേട്ടോ ബസ് ഇറങ്ങിയിട്ട്. അപ്പം ഞങ്ങൾ അവിടുന്ന് സെൻറ്ററിൽ നിന്ന് സിപ്പപ്പൊക്കെ വാങ്ങിയിട്ട് വീട് എത്ര വരെ ഇങ്ങനെ കുടിച്ചിട്ടേ വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിപ്പപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈടായിട്ട് വല്ലാണ്ട് ഇങ്ങനെ കുടിച്ചായിരുന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു സാധനം കേട്ടോ മെയിൻ ഞാൻ പറഞ്ഞില്ലേ കോക്കനട്ടിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതാട്ടോ കുടിച്ചത്. പക്ഷെ ഞാൻ കുടിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. എങ്ങനെ ഇവൻ ഇത് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇവൻ കണ്ടു പെട്ടെന്ന് വന്നിട്ട് അമ്മ അവിടെ ഇരുന്ന് സിപ്പപ്പ് കുടിക്കണ്ടോ എന്നും ചോദിച്ചിട്ടാണ് ഓടി വന്നേക്കണത് കേട്ടോ. എത്ര എണ്ണം എടുത്തു എന്നാണ് ഈ കണക്ക് എണ്ണിക്കൊണ്ടിരിക്കണത്. അവന് വേണം മൊത്തം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കണത്. അപ്പം ഞാൻ എത്രത്തോളം എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എണ്ണിയതാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ അതെ അവൻ്റെ ചോക്ലേറ്റ് ആട്ടോ ഈ തപ്പണത്. ചോക്ലേറ്റ് തപ്പിയിട്ട് അവന് ചോക്ലേറ്റ് മതി എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കഴിക്കുന്നുണ്ട്. എനിക്കറിയില്ല ഈ ചെക്ക ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ട് എന്തെങ്കിലും ഒന്ന് എടുത്താൽ പാഞ്ഞു വരും. അമ്മ എന്താ എടുക്കണെന്ന് നോക്കിയിട്ട്. അതിപ്പോൾ ഇവിടെ ആയാലും അതെ നമ്മുടെ വീട്ടിലായാലും അതെ എവിടെ ആയാലും അതെ ചെക്ക ഓടി വരും കേട്ടോ. അങ്ങനെ അതേ സിപ്പപ്പ് ഞാൻ കാണാണ്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി വല്ല കപക്കെട്ട് കളിക്കുക സ്കൂൾ തുറക്കായില്ലേ, പണി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതെങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടേ. അച്ഛൻ ഇതേ വേഗം ചോറുണ്ടിട്ട് ഇനി അച്ഛൻ പോവാൻ നോക്കൂട്ടോ.
അച്ഛൻ പോയി നിന്നിട്ട് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോവും. പിന്നെ ഞാനും ഇതേ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതേ നമ്മുടെ സാമ്പാറും പപ്പടും മുളക് വറുത്തതും പിന്നെ പോർക്ക് ഇട്ടാ പോർക്ക് ഇങ്ങനെ വെച്ചിട്ട് അമ്മ അറിയില്ല, ഗരം മസാല കിട്ടുന്നുണ്ട്, അതൊക്കെ നമ്മുടെ തിങ്കളിൻ്റെ തന്നെയാണ് എന്തായാലും. അപ്പോൾ ഞാൻ അതൊക്കെ കൂട്ടിയിട്ട് എന്ന് വെച്ചാൽ പോർക്ക് വെക്കണമെങ്കിൽ എപ്പോഴും നോണ് വെക്കണത് മാത്രം എനിക്ക് സെറ്റ് ആവാറില്ല. ഞാൻ എങ്ങനെയൊക്കെ നോണ് വെച്ചാലും എനിക്ക് എന്തോ തൃപ്തി ആവില്ല, എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ നോണ് വെച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല, വേറെ ആരെങ്കിലും വെച്ചാൽ ഞാൻ വയറ് നിറച്ച് കഴിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് അതൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് തേജു അച്ചാച്ച ഉച്ചയ്ക്ക് ഇപ്പോൾ വരുമ്പോൾ അമ്മയെ പാപ്പ് കൊടുക്കുന്നുണ്ടും പറഞ്ഞിട്ട് ആ പാക്കറ്റിൻ്റെ കയ്യിൽ കൊടുന്നു. ഞാൻ ആ കവർ തപ്പിയത് നിങ്ങളിപ്പോൾ കണ്ടതല്ലേ, ആ കവറിന്ന് എനിക്ക് കിട്ടിയില്ല കേട്ടോ ഈ ഒരു പാക്കറ്റ്. ഞാൻ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചത് അങ്ങനെ വെച്ചു. പക്ഷേ ഇവൻ അത് തപ്പി പിടിച്ചിട്ട് അതിന് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉറങ്ങിയില്ല കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ കിടന്നപ്പോഴേ നമ്മുടെ മാളു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാളുവിൻ്റെ ഒപ്പം കുറച്ച് നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, മാളു എനിക്ക് തല ഒന്ന് മസാജ് ചെയ്ത് തരുമോ, തലയ്ക്കൊന്ന് നോക്കി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചിരുത്തിയതാട്ടോ അവൾ. എനിക്ക് ആദ്യമൊക്കെ മാളു നന്നായിട്ട് തല നോക്കിയത് ഇടുന്നുണ്ട്, നല്ല സുഖമാണ് ഇവള് നോക്കുമ്പോൾ. ഇതും ഞാൻ ചെറുതാവുമ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ കുഞ്ഞ് കൈയൊക്കെ ആവില്ല, അതുകൊണ്ട് നല്ല രസപ്പെട്ട തലയിൽ ഇങ്ങനെ ഇതാക്കി തരണത്. അപ്പോൾ അതേ വീണ്ടും ഞാൻ പിടിച്ചിരുത്തിട്ട് അവളെ കൊണ്ട് നോക്കും, വീഡിയോ എടുക്കാച്ച ഞാൻ ആക്കി തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാറിയിരുന്നതാണ്. പിന്നെ അതേ അമ്മയുണ്ട് കേട്ടോ, അമ്മയും നമ്മുടെ അപ്പുറത്തുനിന്ന് ബീനേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ അങ്ങനെ ഇരുന്ന് വർത്താനം പറയാണ്. മാളു എൻ്റെ തല ഇങ്ങനെ മസാജ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ, നല്ല സുഖമാണ് കേട്ടോ. ഞാനങ്ങനെ തല മസാജ് ചെയ്യിപ്പിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ ഇവള് മുന്നേക്കെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ചെയ്ത് തന്നിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് അവൾ ചെയ്ത് തരണത്. പിന്നെ നമ്മൾ പോവാൻ നോക്കിയിട്ടോ, വൈകിട്ട് ഒരു 5 മണിക്ക് 5:15 കൊണ്ടോ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി ഇട്ടാ. അപ്പോൾ അതേ വേഗം അച്ഛൻ സാധനങ്ങളൊക്കെ കൊണ്ടു തന്നിട്ട് പോയി. ഞാൻ പറഞ്ഞു കുറച്ചേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇനി ഞാൻ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വരിക എന്നൊക്കെ ഒരു പെടുത്തൽ. ഇനിയിപ്പോൾ ഇവരോട് നമ്പറിൽ ചോദിച്ചപ്പോൾ അവർ കൊറിയറായിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു. അത് എപ്പോഴൊക്കെ എങ്ങനെയൊന്നും എനിക്കില്ല, അപ്പോൾ ഇത്ര റിസ്ക് എടുക്കണ്ട, എന്തായാലും കുറച്ച് നാളത്തേക്കുള്ളത് വേഗം വാങ്ങിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വേഗത സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നു കേട്ടോ. നമ്മുടെ തന്നെ ദോശമാവ്, മെയിനായിട്ട് ദോശമാവ്, സാമ്പാർ പൊടി, മറ്റേ ഗരം മസാല, പിന്നെ കൊണ്ടാട്ട മുളക്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ കൊണ്ടാട്ട മുളകൊക്കെ വറുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അവരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേജു ഇതൊക്കെ നമ്മൾ ഷോർട്സിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടി കവർ എങ്ങനെ നിറയ്ക്കാമെന്നാണ് ഈ തപ്പിക്കൊണ്ടിരിക്കണത്. അപ്പോൾ അതൊക്കെ വെച്ചു. പിന്നെ ഇത് അമ്മ അവൻ്റെ ഒരു കയ്യിൽ ചില്ലറ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ പറഞ്ഞത് വേണ്ടാന്ന്. ഇപ്പം ഞാൻ അങ്ങനെ തീരെ വേണ്ട പറഞ്ഞ് അവിടെ വെച്ച് പോരാറ പതി. പക്ഷേ ഇതിപ്പോൾ അവന് സ്കൂൾ തുറക്കല്ല, അവൻ്റെ കുടുക്കയിൽ ഇട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. പിന്നെ അവൻ വാങ്ങുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മളിത് ഇറങ്ങാൻ നിൽക്കുകയാണ്. അച്ഛൻ എപ്പോഴേക്കും വന്നു. അച്ഛൻ വന്നിട്ട് പോയിട്ട് അവന് ഉണ്ണിക്ക് പാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അച്ഛനറിയാം, അച്ഛനായാലും അമ്മയ്ക്കായാലും അറിയാം, കുട്ടിക്ക് പോകുമ്പോൾ കവർ നിറഞ്ഞ് കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ ഏറ്റവും കൂടുതൽ അവൻ അതാ നോക്കുക. വേറെ പ്രത്യേകിച്ച് ഇപ്പം അതിൽ വേണമെങ്കിൽ ഒരു കാർഡ്ബോർഡ് കഷ്ണങ്ങൾ കുറച്ച് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. അവരിങ്ങനെ പോകുമ്പോൾ കയ്യിൽ വലിയ കവറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ അങ്ങനെ പോവാട്ടെ. അപ്പം അച്ഛൻ ഇങ്ങനെ ചോദിക്കണത് വേറെ ഒന്നല്ല, ഇനി എന്നാ വരിക, സ്കൂളൊക്കെ തുറന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വരവൊക്കെ കണക്കല്ല, ചാച്ചൻ്റെ അടുത്തേക്ക് എന്നാ വരിക എന്നൊക്കെ ചോദിച്ചിട്ടാണ് നിൽക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചു. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് കേട്ടോ, സൽജോൻ ചേട്ടൻ്റെ ഓട്ടോയെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊക്കെ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴും സൽജോൻ ചേട്ടൻ്റെ ഓട്ടോയിലാണ് പോവാറ്. ഞാനൊക്കെ ചെറുത് വരുമ്പോൾ തേജുവിൻ്റെ പ്രായം തൊട്ടേ ഞങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ. പിന്നെ അതിൻ്റെ ഇടയിൽ ചേട്ടൻ ഗൾഫിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ നാട്ടിൽ സെറ്റിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടെത്തി, നമ്മുടെ കുളവും കാര്യമൊക്കെ എത്തിയിട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ വേഗം കയറി. വീട്ടിൽ കയറിക്ക് ആദ്യമേ ഞാൻ നോക്കുക നമ്മുടെ ഉമ്മറാണ് നായ്ക്കൾ കയറിയിട്ടുണ്ടോയെന്ന്. ചില ദിവസങ്ങളിൽ വന്നുണ്ടാവാറില്ല, പക്ഷേ ഇന്നത്തെ ദിവസം നല്ല രീതിക്ക് കയറിയിട്ട് ഉമ്മറത്തെ റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ആദ്യം തുടച്ച് ക്ലീനാക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് പുതിയ പ്ലാൻസൊക്കെ വന്നത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞോളൂ, ഞാൻ ശനിയാഴ്ച വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച എന്തായാലും ഉണ്ണികൾക്ക് ക്ലാസ്സൊക്കെ തുറക്കുകയാണ്. അപ്പം ഇനി നമ്മൾ വേറെ എല്ലാവരും കൂടി ട്രിപ്പൊന്നും പോയിട്ടില്ലല്ലോ, നമുക്ക് ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചിത്തുട്ടേട്ടനും മനോജേട്ടനും എല്ലാവരും കൂടി പ്ലാനൊക്കെ ഇട്ടു. അപ്പോൾ സൺഡേ നമുക്ക് പോവാം. പാലക്കാട് എന്താ പറയുക, കൊല്ലങ്ങോട് പോകാമെന്നായിരുന്നു നമ്മൾ ആദ്യം പ്ലാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എന്തോ മരണവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവിടേക്ക് ഇപ്പോൾ വിസിറ്റേഴ്സിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനിലായിട്ട് ഞങ്ങൾ നിന്നിടുന്നത്. പിന്നെ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേജപ്പൻ അമ്മ കൊടുത്ത പൈസ ചുരുട്ടിയിട്ട് കുടുക്കയിൽ കയറ്റാൻ നോക്കുക കേട്ടോ. അവനിതാണ് ഇതിപ്പോൾ അവനിത് കൂടെ ഇടും. ഞാൻ വല്ല പച്ചക്കറി വണ്ടിയോ മീൻ വണ്ടിയോ വന്നാൽ ഞാനത് മോൾ ഭാഗം തുറന്നിട്ട് ഞാനത് എടുത്തിട്ട് ഞാൻ പോവും. അവനിപ്പോഴും അറിയില്ല അതിൻ്റെ മോൾ ഭാഗം തുറക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ വേഗം നമ്മുടെ ക്ലീനിങ്ങിലേക്ക് വീണ്ടും ചെന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വിൻഷേട്ടനൊക്കെ വരാൻ നല്ലോണം രാത്രിയാവും. അപ്പോൾ എനിക്ക് കിടക്കുക എന്തായാലും പേടിയാണല്ലോ. മെയിനായിട്ട് നമ്മൾ അതാട്ടോ വേഗം പോകുന്നത്. അവർ പോവാന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ച വന്നിടുന്നുള്ളൂ. അപ്പോൾ അവർ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വേഗം പോന്നു. അപ്പോൾ രാത്രിക്ക് പാറു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാറും പിന്നെ ജിത്തുട്ടേട്ടനും വിൻഷേട്ടനും കൂടിയിട്ട് ക്ലോസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി വൈകിയാലും കുഴപ്പമില്ലല്ലോ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം അടിച്ച് തുടച്ചിട്ട് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. കാരണം റൂമിൽ ഞാൻ കുറച്ച് തുണികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അവർക്കും കൂടി കിടക്കണ്ടേ.
അപ്പോൾ ഞാൻ വേഗം അടിയും തൊടയൊക്കെ കഴിഞ്ഞ് കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ ബെഡ്റൂമിലെ തുണികളൊക്കെ ഉള്ളത് മടക്കി വെച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടു കേട്ടോ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അമ്മ കറിയും കാര്യങ്ങളൊക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം ഇവിടെ കൊടുന്ന് വെക്കണം. പിന്നെ നമ്മൾ വാങ്ങിക്കൊടുന്ന സാധനങ്ങളിൽ ഞാൻ പറഞ്ഞു പരിപ്പ്, പിന്നെ അല്ലറ ചില്ലറ നമ്മുടെ തിങ്കൾ പ്രൊഡക്ട്സ് അതൊക്കെ ഒന്ന് ഒതുക്കി മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഇത് ഞാൻ ആ കവർ അങ്ങനെ വെച്ചാൽ അത് അവിടെ അങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അതേ ഉണ്ട് കേട്ടോ. മഞ്ഞപ്പൊടി ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ വാങ്ങിയതെന്ന്. മഞ്ഞപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ചെമ്മീൻ്റെ കേട്ടോ ഫസ്റ്റ് വെച്ച പാക്കറ്റ്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്, ഒരുപാടുണ്ട്. ഇതെന്താ കുരുമുളക് പൊടി അല്ലേ അത്? യെസ്, കുരുമുളക് പൊടി. അങ്ങനൊരു വിധം എനിക്കിപ്പോൾ അത്യാവശ്യം വേണ്ടതൊക്കെ കേട്ടോ ഞാൻ വാങ്ങിക്കിടുന്നത്. ഇനിയും ഉണ്ട് ഇവരുടെ കേട്ടോ. പിന്നെ അതേ നമ്മുടെ പരിപ്പൊക്കെ വെച്ചു. പിന്നെ നമ്മുടെ പരിപ്പല്ല കേട്ടോ, ചോറാണ് ഞാൻ വെച്ചിരിക്കുന്നത്, ചോറിനുള്ള വെള്ളം. പിന്നെ അപ്പുറത്ത് നമ്മുടെ പുതിയ വീട് വെച്ചിട്ടില്ലേ ഗീത ചേച്ചി എന്ന് പറഞ്ഞത്, ആ ചേച്ചി അവിടെ ചേച്ചിയുടെ മക്കള് 2 പേര് ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ദിവസം നിൽക്കാണ്ടായിരുന്നു ഇവിടെ. അവരെന്നിട്ട് അവരുടെ മാരേജ് കഴിച്ച് വീട്ടിലേക്ക് അങ്ങോട്ട് റിട്ടേൺ പോയി. കാരണം എന്താ ഉണ്ണിയുള്ള വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ അവർ പോയി. അപ്പോൾ അവർ പോണോണ്ട് ചേച്ചി ബിരിയാണിയും ചിക്കനൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കും തേജപ്പനും ഇതേ കുറച്ച് റൈസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ വിചാരിച്ചത് ചേച്ചി ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചതാവും കേട്ടോ. സത്യം ഞാൻ അങ്ങനെ വിചാരിച്ചു. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വട്ടം ബിരിയാണിയും ചിക്കനൊക്കെ വെക്കാൻ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അതോ ഞാൻ വെച്ചത് ഞാൻ പറയാറില്ല, നോൺ എന്തായാലും ഞാൻ വെച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇതിക്ക് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ തേജുവിന് കൊടുക്കാനാണ് ഫസ്റ്റ് പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ പുറത്തുനിന്ന് തന്നെ ഒരു ബിരിയാണി ഞങ്ങൾ വാങ്ങുള്ളൂ. ഒരു ബിരിയാണി കൊണ്ട് തന്നെ ഞങ്ങൾ 3 ആൾ കഴിക്കും. ഞങ്ങൾക്ക് പെട്ടെന്ന് വയറെന്ന് അറിയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറച്ച് ബിരിയാണിക്കും തേജുവിനൊക്കെ ഫുള്ളായിരുന്നു, പെട്ടെന്ന് വയറെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയതാണ്, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ തേജുവിൻ്റെ ഒപ്പം വാരി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതേ പാറൂന അവളുടെ പാപ്പം ഇവിടെ കൊടുന്നാക്കി തന്നു കേട്ടോ. വിഷ്ണുവേട്ടൻ ഇവിടെ കൊടുന്നാക്കി തന്നു. ജിത്തുട്ടേട്ടനൊക്കെ വരുമ്പോൾ എന്തായാലും നേരം വഴുകും. അപ്പോൾ വിളാനവിടെ ആക്കി തന്നു. പിന്നെ അതേ വേഗം ഞാൻ സിപ്പപ്പ് എടുത്തു കൊടുത്തു കേട്ടോ. അവൾക്ക് നമ്മുടെ ഗ്രേപ്പ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾക്ക് ഗ്രേപ്പും കൊടുത്തു. ഞാനും തേജും മാംഗോയായിട്ട് എടുത്തത്. ഞങ്ങൾ അതിരുന്ന് കുടിച്ചു കേട്ടോ കുറച്ചു നേരം. പിന്നെ ഏകദേശം ഒരു സമയമായിപ്പോൾ നമ്മൾ കെടുക്കാം. ഹാളിൽ ഇരിക്കണ്ട, ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗത ബെഡ്റൂമിലേക്ക് വന്നു. തേജപ്പനാട്ടൊക്കെ വിരിച്ചു കൊടുത്തിട്ട് ഇതാക്കണത്. പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി കുറച്ച് നേരം ഒന്ന് മയങ്ങിയപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ വരും. മിൻചേട്ടനും ജിത്തുട്ടേട്ടനൊക്കെ വേഗം എത്തൂട്ടാ. അവർക്ക് മന്ത് ക്ലോസിങ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ കേട്ടാ. പിന്നെ അതേ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് ഇതൊക്കെ വിരിച്ച് ഒതുക്കി കിടക്കാൻ നോക്കാട്ടാ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു. കഴിഞ്ഞ വീഡിയോയിൽ ചേച്ചി മോപ്പ് വാങ്ങിയില്ലേ ചോദിച്ചു. മോപ്പിൻ്റെ കോല് ഞാൻ സെപ്പറേറ്റ് ചോദിച്ചു, പക്ഷേ എനിക്ക് കോല അഴിക്കാൻ കിട്ടണില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പുതിയ മോപ്പ് വാങ്ങണം. നമ്മുടെ തേജപ്പൻ്റെ മുടിയൊക്കെ വെട്ടാൻ പോകുമ്പോൾ അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ മറ്റേ ടൈപ്പിൽ ചെറുതുകൊണ്ട് തുടക്കണോണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ തോന്നുന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ വാങ്ങൂട്ടാ, വാങ്ങാണ്ടിരിക്കൊന്നുമില്ല. പിന്നെ അതേ ഞങ്ങളൊന്ന് കിടന്ന് ഒന്ന് മയങ്ങിയപ്പോഴേക്കും വിൻചേട്ടനും ചിത്തുട്ടേട്ടനും ഇവരൊക്കെ അതേ ജോലി കഴിഞ്ഞ് എത്തി കേട്ടോ. അപ്പം നമ്മൾ വേഗനി കിടക്കും. കാരണം നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ട്രിപ്പ് പോവാണ്ട്. ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഞാൻ എന്തായാലും ഇടും. കാരണം ഒരുമാതിരി ട്രിപ്പായി പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ സൺഡേ വ്ളോഗിൽ ഇടാം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കാം. അപ്പോൾ ഞങ്ങൾ ആ ട്രിപ്പിൻ്റെ പ്ലാനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എപ്പോഴാണ് പോകുന്നുണ്ട്, രാവിലെ നേരത്തെ എനിക്കുമോ എന്നൊക്കെയുള്ള ഒരു പ്ലാനിലായിട്ടാണ് നിൽക്കുന്നത്. അതെന്തെങ്ങനെയാണെന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ചെക്ക് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബൈ.